ഹലോ എവ്രിവൺ, വെൽക്കം ടു ഫാബീസ് ആർട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെക്കേഷനൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മൂത്തുമ്മാൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ അമ്മച്ചീൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയൊരു സ്റ്റോറിയാണ്. ഇവിടെ ഭയങ്കര വ്യൂ പോയിൻ്റാണ്. ഇതൊരു മലയുടെ മുകളിലാണ് വീടിക്കുന്നത്. താഴോട്ട് ഫുള്ള് വീടുകളാണ്. അപ്പോൾ ഒരു ആംബിയൻസ്, അതായത് നല്ലൊരു ക്ലൈമറ്റാണ്. എപ്പോൾ ചെന്ന് നിന്നാലും വാർക്കപ്പുറത്ത് കാറ്റൊക്കെ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ടാസ്ക്കാണ് ഈ കോണി കയറൽ. എനിക്ക് അങ്ങനെ പേടിയില്ല, പക്ഷേ ഗ്യാപ്പില്ലാത്തോട്ട് ചെറുതായിട്ട് പേടിയാവും ഇത്. ഓക്കെ, അങ്ങനെ രണ്ട് വാർക്കപ്പുറം ഉണ്ട്. അപ്പോൾ ചെറിയ വാർക്കപ്പുറത്ത് നിന്ന് വലിയ വാർക്കപ്പുറത്തോട്ട് കയറിയിട്ട് ഞാൻ ആ വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോനെ സീൻ, അവിടെ ഒരു കട്ടൻ ചായ ആയിട്ട് വന്ന് നിൽക്കണം. ഒരു അടിപൊളി നൈസ് സോങ് ഹെഡ്സെറ്റിൽ വെച്ചിട്ട് ആ വ്യൂ പോയിട്ടുള്ള കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കണം. സീനാണ്, വേറെ ലെവലാണ്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരാതിരിക്കാൻ തോന്നുന്നുണ്ടോ? പക്ഷേ മുത്തുമാടെ വീട് അങ്ങനെയല്ല കേട്ടോ. ഈ വീടിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും ഒരു വ്യൂ ആണ്. ഈ മലയുടെ മുകളിൽ നിരന്ന് പോയേക്കണ ഏത് വീടിൻ്റെ വാർക്കപ്പുറത്ത് നോക്കിയാലും ആ ഒരു മല കാണാം. അതായത് അങ്ങ് അറ്റത്ത് നമ്മുടെ ഈ വാഗമൺ പോലത്തെ മലയാണ്. എന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. വെളുപ്പിനൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം മഴക്കാറ് വെച്ചുകൊണ്ടൊരു ഒരു സമയത്താണ് കയറിയത്. പക്ഷെ വെളുപ്പിനൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ എപ്പോഴും പോയി നിന്നിട്ടൊന്നും അല്ലെങ്കിലും ഞാൻ കിട്ടുമ്പോൾ ഞാൻ ഉമ്മച്ചിയെടുത്ത് പറയും, മൂത്തുമ്മയുടെ വീട്ടിൽ പോകണം, കൊള്ളാം. പക്ഷെ എൻ്റെ വാപ്പച്ചിയാണെങ്കിൽ എവിടെ വിടില്ല. ഉമ്മച്ചി പോകണിടത്ത് എനിക്ക് പോകാൻ അവകാശമുള്ളൂ. അപ്പോൾ ഞാൻ ഉമ്മച്ചീനെ പിരിയേറ്റിയിട്ടാണ് കൊണ്ടുപോകല്. ഓക്കെ, അപ്പോൾ ഞാൻ ആകെ ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ, അതായത് 2025 ഞാൻ പോയി നിന്നേക്കണത് ആകെ മൂത്തുമ്മച്ചിയുടെ വീട്ടിൽ മാത്രമാണ്. ഉമ്മച്ചിയുടെ വീട്ടിൽ ഞാൻ പോയി നിന്നേണ്ട കേട്ടോ. വേറൊരു സ്ഥലത്ത് ഞാൻ നിന്നിട്ടില്ല. അങ്ങനെ ഞാൻ ആ വ്യൂ ഒക്കെ കണ്ടിറങ്ങിക്കഴിഞ്ഞ് കുക്കുംബർ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് കടയിൽ പോകാൻ പറഞ്ഞു. അതായത് മൂത്തുമ്മയുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ നമ്മൾ പുതിയ ഗസ്റ്റായിട്ട് വന്നതിനോട് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അവിടെ നിന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ആ കടയ്ക്ക് പോവാണ്. ഇവിടെ ലൈൻ കട്ടറാണ് ഫുള്ള്. അപ്പോൾ ഉണ്ടല്ലോ, ഈ ആൾക്കാർ നമ്മളെ നോക്കും. ഇത് പരിചയമില്ലാത്ത ആൾക്കാരുമല്ലോ. അപ്പോൾ ഈ പരിചയമുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കണമായിരിക്കും. പക്ഷെ നമ്മൾ പേടിക്കും. അവനെ കടയിലോട്ട് ഇങ്ങനെ നോക്കി പോവാണ്. പിന്നെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, കടയിൽ നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.